നമസ്കാരം. തൃശ്ശൂർ മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കടവല്ലൂരിലുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അന്യോന്യത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിപ്രശസ്തമായ ആ വേദപരീക്ഷ നടക്കുന്ന ക്ഷേത്രം കൂടിയാണ് കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളതെങ്കിലും ദശാവതാരത്തിലെ 7ാമത്തെ അവതാരമായ ശ്രീരാമസ്വാമി സങ്കല്പത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. ഭാരതത്തിന് 2 ഇതിഹാസങ്ങളാണല്ലോ ഉള്ളത്, രാമായണവും മഹാഭാരതവും. ഈ രാമായണവും മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് കടവല്ലൂരെ ശ്രീരാമസ്വാമി ക്ഷേത്രം. രാമായണ കഥകളുമായിട്ടും ബന്ധമുണ്ട്, അതുപോലെ തന്നെ മഹാഭാരത കഥകളുമായിട്ടും ബന്ധമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ആൺകുട്ടികളില്ലാത്ത ദുഃഖത്താൽ വിഷമിക്കുന്ന ദശരഥന് വിഷ്ണു തന്നെ നേരിട്ട് സ്വർഗത്തിൽ നിന്ന് ഇത് ഞാൻ തന്നെയാണ്, എന്നെ ഭജിക്കൂ എന്ന് പറഞ്ഞിട്ട് നൽകിയ വിഗ്രഹമാണ് ചതുർബാഹുവായ ഈ ശ്രീലകത്തിരിക്കുന്ന വിഗ്രഹം. അത് പിന്നീട് ദശരഥൻ പൂജിക്കുകയും അദ്ദേഹത്തിന് യാഗം ചെയ്യാനുള്ള തോന്നൽ പല വഴി വരികയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അനവത്യ ദുഃഖം അവസാനിക്കുകയും പുത്രന്മാരുണ്ടാവുകയൊക്കെ ചെയ്ത രാമായണ കഥ നമുക്കറിയാം. അങ്ങനെയുള്ള ആ വിഗ്രഹം, സ്വർഗീയമായിരുന്ന ആ വിഗ്രഹം പിന്നീട് രാമന് കൈവരുകയും രാമൻ യുദ്ധാനന്തരം അയോധ്യയിൽ നിന്ന് പോവാൻ വിസമ്മതിച്ച വിഭീഷണന്, അതായത് രാവണവധാനന്തരം വിഭീഷണനും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ലങ്കയിൽ നിന്ന് അയോധ്യയിലേക്ക് വരണത്. അയോധ്യയിലേക്ക് വന്നിട്ട് വിഭീഷണൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ കിങ്കരനായിട്ട് ഇവിടെ കഴിഞ്ഞോളാം, ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല, എനിക്ക് എന്തിനാണ് ഈ ലങ്കയും അതേമാതിരിയുള്ള രാജ്യവും, അങ്ങയുടെ കാൽക്കീഴിൽ കിടക്കുക എന്നുള്ളതാണ് എൻ്റെ സായുജ്യം എന്ന് പറയുന്ന വിഭീഷണനോട്, അങ്ങനെയല്ല, അവിടെ പോയിട്ട് ഭരിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ ജനങ്ങളെ, ഇത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ശ്രീരാമൻ നൽകുന്ന വിഗ്രഹമാണ് ദശരഥന് വിഷ്ണുവിൽ നിന്ന് നേരിട്ട് കിട്ടി ശ്രീരാമൻ പിന്നീട് വിഭീഷണന് നൽകുന്ന ഈ ചതുർബാഹുവായ വിഗ്രഹം. ഒരു യുഗാനന്തരം, അതായത് ഭാരതത്തിൻ്റെ കഥ വരുന്ന സമയത്ത് യുധിഷ്ഠിരൻ്റെ രാജസൂയ സമയത്ത്, അദ്ദേഹത്തിൻ്റെ രാജസൂയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ചക്രവർത്തി പദം എല്ലാവരെയും കൊണ്ടും സമ്മതിപ്പിക്കാനുള്ള എന്താ പറയേണ്ടത്, ശക്തി കൊണ്ടാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നയം കൊണ്ടാണെങ്കിൽ അങ്ങനെ എല്ലാ രാജ്യത്തേക്കും ദൂതന്മാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലങ്കയിലേക്ക് പോയത് ഘടോൽക്കജനും വേറെ അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചക്രവർത്തി പദത്തിൽ ഒരു സാമന്ത രാജാവിനെ മാതിരി പോലും ജീവിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്ന വിഭീഷണനോട്, എന്നാൽ അദ്ദേഹത്തിന് കപ്പമായിട്ട് വേണ്ടത് ഈ ലങ്കയിലെ ഏറ്റവും വില പിടിച്ച സാധനമാണ് എന്ന് പറയുന്നു. അപ്പോഴാണ് വിഭീഷണൻ എന്താണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതെന്ന് അറിയാതെ ബുദ്ധിമുട്ടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലങ്ക എന്ന് പറഞ്ഞാൽ അന്ന് ഈ രാമായണത്തിൽ തന്നെ പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വില പിടിച്ച സാധനങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ട് ലങ്കയിൽ. ആ ലങ്കയിൽ നിന്ന് ഏറ്റവും വില പിടിച്ചത് എന്ന് പറയാൻ എന്താണ് നൽകേണ്ടത് എന്ന് ആലോചിക്കുന്ന വിഭീഷണന് ഒരു അശരീരി കേൾക്കുന്നു എന്നാണ് പറയുന്നത് കഥയിൽ. അശരീരിയായിട്ട് അദ്ദേഹത്തിന് കേട്ടത്, ഈ ശ്രീരാമൻ ഞാൻ തന്നെയാണിത് എന്ന് പറയുന്ന ആ വിഗ്രഹം നിങ്ങൾ ഈ ഇദ്ദേഹത്തിന് ഭീമപുത്രന് നൽകൂ എന്ന് പറയുന്ന ഒരു അശരീരി കേൾക്കുന്നു. അങ്ങനെ അദ്ദേഹം ഘടോൽക്കജന് ഒരു വിഗ്രഹവും അദ്ദേഹം തന്നെ നിത്യം വെച്ച് ആരാധിച്ചിരുന്ന മറ്റൊരു വിഗ്രഹവും നൽകുകയാണ്. ഈ 2 വിഗ്രഹങ്ങളുമായിട്ട് ഘടോൽക്കജൻ വരുമ്പോൾ ശ്രീകൃഷ്ണനെ കാണുകയും
ശ്രീകൃഷ്ണൻ്റെ ഉപദേശപ്രകാരം അന്ന് കേരളത്തിൻ്റെ മധ്യഭാഗത്ത് എന്നാണ് പറയുന്നത്, കേരളത്തിൻ്റെ മധ്യഭാഗത്ത് അശോകവനത്തിൻ്റെ നടുക്കിലായിട്ട് കുമാരസരസ് എന്ന് പറയുന്നൊരു സരസ്സുണ്ട്. അതാണ് നമ്മളുടെ ക്ഷേത്രക്കുളം. കുമാരസരസ് എന്ന് പറയുന്നൊരു സരസ്സുണ്ട്. അതിൻ്റെ സമീപത്തായിട്ട് പടിഞ്ഞാറോട്ട് അഭിമുഖമായി ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാനാണ് ശ്രീകൃഷ്ണൻ നിർദ്ദേശിക്കുന്നത്. ഘടോൽക്കജൻ അങ്ങനെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. കൂടെ വിഭീഷണൻ നിത്യപൂജ ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഗ്രഹവും നൽകിയിരുന്നു അദ്ദേഹത്തിന്. അത് മറ്റൊരു സ്ഥലത്തും പ്രതിഷ്ഠിക്കുന്നു. അത് ആ നാടിനും ഇപ്പം പേര് കടവല്ലൂര് തന്നെയാണ്. മറ്റത്തിനടുത്തുള്ള കടവല്ലൂര് ദേശം. കടവല്ലൂര് ശ്രീരാമസ്വാമി ക്ഷേത്രമുണ്ട്. ഈ ഘടോൽക്കജൻ തന്നെയാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. ഇതാണ് ഈ കടവല്ലൂരിലെ, അതായത് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ, ആ സ്വർഗത്തിൽ നിന്ന് വിഷ്ണു ഭഗവാൻ തന്നെ ദശരഥന് നൽകുകയും ദശരഥൻ ശ്രീരാമന് ദശരഥനിൽ നിന്ന് കൈവരുകയും ശ്രീരാമൻ വിഭീഷണന് നൽകുകയും വിഭീഷണൻ ഭാരതത്തിൻ്റെ കാലത്ത് യുഗാനന്തരം അത് ഘടോൽക്കജന് യുധിഷ്ഠിരൻ്റെ ചക്രവർത്തി പദം സമ്മതിച്ചുകൊണ്ട് കപ്പമായി നൽകുകയും ചെയ്ത ഈ വിഗ്രഹമാണ്, ഈ സ്വർഗീയ വിഗ്രഹമാണ് നമ്മളുടെ കടവല്ലൂരെ ഈ ശ്രീലകത്ത് ഉള്ളത്. അതാണ് ആ വിഗ്രഹത്തിൻ്റെ എന്താ പറയുക സവിശേഷത. അത് മാത്രമല്ല, അതിൽ ഏതാണ്ട് പീഠമടക്കം 6 അടിയോളമുള്ള ഒരു വിഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണ ഭക്തനും ഇവിടുന്ന് തന്നെ, അതായത് ക്ഷേത്രത്തിന് പുറത്തു നിന്ന് തന്നെ അദ്ദേഹത്തിനെ നല്ലവണ്ണം തൊഴാനാവും. അതാണ് അതായത് എന്താ പറയേണ്ടത്, സാധാരണ ഭക്തന് പോലും ക്ഷേത്രത്തിനകത്ത് പോവാതെ തന്നെ അദ്ദേഹത്തിന് തൊഴാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റ് മഹാത്മ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ക്ഷേത്രത്തിൽ ദണ്ഡതീർത്ഥം എന്ന് പറയുന്ന ഒരു തീർത്ഥമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കുമാരസരസ്സുണ്ട്. ആ കുമാരസരസ്സിലെ ആണ് ഭക്തജനങ്ങൾ കുളിച്ച് ഇവിടേക്ക് തൊഴാൻ വരുന്നത്. ഈ ക്ഷേത്രം ഒരുപക്ഷെ വളരെ എന്താ പറയേണ്ട നൂറ്റാണ്ടുകളായി പ്രസിദ്ധമാർന്നത് കടവല്ലൂർ അന്യോന്യം എന്ന് പറയുന്ന വേദപരീക്ഷയിലൂടെയാണ്. ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി, ഈ പ്രതിഷ്ഠ അല്ലെങ്കിൽ അതുപോലെ നിത്യനിദാനങ്ങൾക്ക് അതൊക്കെ വളരെ പ്രസിദ്ധമാണ്. അതായത് ഒരു മഹാക്ഷേത്രത്തിന് ഉതകുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതായത് 3 ശിവേലി, 5 പൂജ, അങ്ങനെ സാധാരണ ക്ഷേത്രങ്ങളിലെ, കേരളത്തിലെ സാധാ ക്ഷേത്രങ്ങളിൽ കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങളും ക്ഷേത്രബന്ധിയായ ചടങ്ങുകളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ എങ്കിലും പ്രായേണ ഈ ക്ഷേത്രം പ്രസിദ്ധമാവുന്നത് കടവല്ലൂർ അന്യോന്യത്തിൻ്റെ വരവോടുകൂടിയാണ്. വരവ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്ഷേത്രത്തിലായിരുന്നില്ല കടവല്ലൂർ അന്യോന്യം, അല്ലെങ്കിൽ അന്ന് അന്യോന്യം നടന്നുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ഈ ക്ഷേത്രത്തിലേക്ക് എത്താനൊരു കാരണമായിട്ട് പറയുന്നത്, ഈ കടവല്ലൂർ അന്യോന്യത്തിൽ സംബന്ധിക്കുന്ന 2 യോഗക്കാർ, കേരളത്തിൽ തന്നെ 2 ഋഗ്വേദ, പാരമ്പര്യമായി ഋഗ്വേദം പഠിക്കുന്ന 2 പാഠശാലകളാണുള്ളത്. തൃശ്ശൂർ ബ്രഹ്മസ്വമഠവും തിരുനാവായ ബ്രഹ്മസ്വമഠം. ഈ തൃശ്ശൂർ ബ്രഹ്മസ്വമഠമാണ് പണ്ടേ ഇവിടെ ശങ്കരാചാര്യ ശിഷ്യന്മാർ സ്ഥാപിച്ച ഒരു മഠമാണ് തൃശ്ശൂർ ബ്രഹ്മസ്വമഠം എന്നാണ് കേൾക്കുന്നത്. അതിന് മുൻപ് ഒരുപക്ഷെ ആ മഠം അങ്ങനെയായിരുന്നില്ല, സന്യാസി മഠമായിരുന്നു. സന്യാസി മഠത്തിന് ശേഷം അത് അന്ന് അറിയപ്പെട്ടിരുന്ന ഭക്തപ്രിയ തോത്തന്മാർ എന്നറിയപ്പെട്ടിരുന്ന ഈ വേദപണ്ഡിതർക്ക് നൽകുകയും ആ അവരുടെ ആ വേദപാണ്ഡിത്യം അനുനിമിഷം അല്ലെങ്കിൽ ദിവസം പ്രതി വർദ്ധിപ്പിക്കുന്നതിന്, മാറ്റുരയ്ക്കുന്നതിന് ഒക്കെ ഉള്ള കേരളത്തിലെ ഏക പാഠശാലയായിട്ട് മാറുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം അവിടുത്തെ അധ്യാപകരുടെ ശിഷ്യന്മാർ തമ്മിൽ ഒരു കിടമത്സരം നടന്നിരുന്നു. കിടമത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അധ്യാപകൻ്റെയും വിദ്യാർത്ഥികൾ തമ്മിൽ
ഈ ഋഗ്വേദ പാണ്ഡിത്യം മാറ്റുരയ്ക്കുക. അതിനാണ് കിടമത്സരം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ആ കിടമത്സരം നടന്നുകൊണ്ടിരുന്നു. ആ കിടമത്സരം വല്ലാതെ വർദ്ധിച്ച് ഒരു പുത്തില്ലം തിരുമേനി അവിടുത്തെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വഴക്കുണ്ടാവുകയും പുത്തില്ലം തിരുമേനിയും ശിഷ്യന്മാരും കൂടി സാമൂതിരിയെ കണ്ട് അവർക്ക് മറ്റൊരു പാഠശാല സാമൂതിരിയുടെ നാട്ടിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് തിരുനാവായ ബ്രഹ്മസ്വം മഠത്തിൻ്റെ ഉദയം. അങ്ങനെ തിരുനാവായ ബ്രഹ്മസ്വം മഠം ഉദയം ചെയ്തതിന് ശേഷം 2 ബ്രഹ്മസ്വം മഠങ്ങൾ തമ്മിലുള്ള മത്സരമായി മാറി. അത് നേരത്തെ പറഞ്ഞ മാതിരി മുളങ്കുന്നത്ത് കാവിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. മുളങ്കുന്നത്ത് കാവിലുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ തവണയും തൃശ്ശൂർ യോഗം വിജയിച്ചു കൊണ്ടിരുന്നു. അതിന് വിശ്വാസികളും ഒരുപക്ഷെ കടുത്ത വിശ്വാസികളൊക്കെ ആയിരിക്കും ഇവർ എന്നുള്ളത് കൊണ്ട് അവർ വിശ്വസിച്ച് പോകുന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, വടക്കുനാഥൻ്റെ തൃപ്പുക സേവിക്കാൻ ഇവർക്ക് അവസരം ഉണ്ടാവണു. തൃശ്ശൂർ യോഗക്കാർക്ക് മുളങ്കുന്നത്ത് കാവുന്ന അങ്ങോട്ട് നടന്നു പോകാവുന്ന ദൂരല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ തൃപ്പുക സേവിച്ചാൽ 41 ദിവസം തൃപ്പുക സേവിച്ചാൽ സാധിക്കാത്തതൊന്നുമില്ല എന്നാണ് വിശ്വാസം വടക്കുനാഥനെ സംബന്ധിച്ച്. അപ്പോൾ ഈ തൃപ്പുക സേവിക്കാൻ ഇടയില്ലാത്ത വിധത്തിലുള്ള ഏതെങ്കിലും സ്ഥലത്തായിരിക്കണം ഈ അന്യോന്യം എന്ന് പറയുകയും, ചൊവ്വന്നൂർ സഭാമഠം എന്ന് പറഞ്ഞ ഇന്ന് പൊളിച്ചു കളഞ്ഞ ഒരു സഭാമഠം ഉണ്ടായിരുന്നു ചൊവ്വന്നൂർ. അവിടെ അന്യോന്യം ആരംഭിക്കുകയും വളരെ കുറച്ച് സമയത്തിന് ശേഷം ആ സ്ഥലത്തിനോടുള്ള വിപ്രതിപത്തിയോ എന്തോ കാരണമായിട്ട് അത് കടവല്ലൂർക്ക് വരികയും ചെയ്തു. കടവല്ലൂർക്ക് വരാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഈ നമ്മളിവിടുത്തെ ക്ഷേത്രത്തിലെ ചതുർബാഹുവായ ശ്രീരാമനെക്കുറിച്ച് അല്ലെങ്കിൽ ആ വിഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ വിഗ്രഹത്തിന് 4 ഭാവങ്ങളാണ് ഉള്ളത് എന്ന് പറയും സാധാരണ. കാലത്ത് അദ്ദേഹം വനവാസത്തിന് പോകുന്ന ശ്രീരാമൻ്റെ ഭാവത്തിലും, ഉച്ചപൂജ സമയത്ത് വരുണനോട് കോപിച്ച് നിൽക്കുന്ന രാമായണ കഥയിലെ ആ സന്ദർഭമൊക്കെ നമുക്കറിയാം. വരുണനോട് കോപിച്ച് നിൽക്കുന്ന ശ്രീരാമനായിട്ടും, സന്ധ്യയ്ക്ക് ദീപാരാധന സമയത്ത് ചക്രവർത്തി പദം അലങ്കരിക്കുന്ന ശ്രീരാമനായിട്ടും, രാത്രി ഏതാണ്ട് അർദ്ധരാത്രിയോടടുത്ത് ശങ്കരനാരായണ രൂപത്തിലുമാണ് ഇവിടെ ശ്രീരാമനുള്ളതായിട്ട് പറയുന്നത്. ഈ വരുണനോട് കോപിച്ച് നിൽക്കുന്ന ഭാവം അതെന്തായിരിക്കുമെന്ന് ഇവിടെ ഭജിക്കുന്നവർക്ക് ഒരു സംശയം തോന്നുകയും ആ ഭാവം കാണാൻ വേണ്ടി ഭജിക്കുകയും ചെയ്തു എന്നുള്ള ഒരു കഥ പറയുന്നുണ്ട് ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച കഥകളിൽ. അങ്ങനെ വരുണനോട് കോപിച്ച് നിൽക്കുന്ന ഭാവം കാണിച്ചു കൊടുക്കുകയും ആ ദേഷ്യമടക്കാൻ ആർക്കും സാധിക്കാത്ത വന്ന സമയത്ത് അശരീരി കേൾക്കണമത്രേ. അദ്ദേഹത്തിൻ്റെ ഈ കോപത്തെ നിങ്ങൾക്ക് നിതാന്തമായിട്ട് നിത്യമായി ശമിപ്പിക്കണമെങ്കിൽ 3 വേദങ്ങളെ കൊണ്ടും അദ്ദേഹത്തിനെ ആനന്ദിപ്പിക്കൂ എന്നുള്ള ഒരു അശരീരി കേട്ടു എന്ന് പറയുന്നു. അതും ഈ കടവല്ലൂർ അന്യോന്യം കടവല്ലൂരിലേക്ക് വരാൻ ഒരു കാരണമായിട്ടുണ്ട്. അതായത് ഋക്കും യജുസ്സും സാമവും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേഷ്യം ശമിപ്പിക്കാനുള്ള ഒരു രീതിയും അല്ലെങ്കിൽ ഒരു ശ്രമവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഇവിടേക്ക് അന്യോന്യം വരാനുള്ള ഒരു കാരണമാണ്. അന്യോന്യത്തിൻ്റെ കഥ പറയുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് ആ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. കാരണം 1947 സാമൂഹ്യമായ രാഷ്ട്രീയമായ സവിശേഷതകൾ നമുക്കറിയാമല്ലോ. 47 ഇത് നിലച്ചുപോയി, കടവല്ലൂർ അന്യോന്യം നിലച്ചുപോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു സാമ്പത്തികാവസ്ഥയല്ല പിന്നീട് തുടർന്നു പോകുന്നത് നമുക്കറിയാം. ആ സവിശേഷത കൊണ്ട് 47 കടവല്ലൂർ അന്യോന്യം നിലച്ചുപോയി. അതിനുശേഷം 1989 അത് പുനരാരംഭിച്ച് ഇപ്പോൾ
വർഷമായിട്ട് 35 വർഷമായിട്ട് ഇനിയിപ്പോൾ ഈ നവംബർ 16 മുതലാണ് ഇവിടെ അന്യോന്യം. നവംബർ 16 മുതൽ ആരംഭിക്കുന്നു. 10 ദിവസങ്ങളിലായിട്ട് ഉദ്ഘാടനം അടക്കം 11 ദിവസങ്ങളിൽ അന്യോന്യം നടക്കുകയാണ്. ഇതാണ് ഏകദേശം ഈ ക്ഷേത്രത്തിൻ്റെ എന്താ പറയേണ്ടത് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ. നിലച്ചുപോയ അന്യോന്യം പുനരാരംഭിച്ചു എന്ന് പറഞ്ഞല്ലോ. പുനരാരംഭിക്കാൻ വളരെ വിചിത്രം എന്ന് തോന്നാവുന്ന ചില കാരണങ്ങളുണ്ട്. ആ സമയത്ത് അതായത് ഇത് പുനരാരംഭിക്കുന്നത് 1989-ലാണെന്ന് പറഞ്ഞു. 88-ൽ ഇവിടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അതായത് ദേവസ്വം ഓഫീസർ ഉണ്ടായിരുന്നു. ഗോപിയേട്ടൻ എന്ന് കടവല്ലൂരിലെ എല്ലാ ജനങ്ങളും പ്രായഭേദമന്യേ വിളിച്ചുകൊണ്ടിരുന്ന കോരമ്പത്ത് ഗോപിനാഥൻ എന്ന് പറയുന്ന എല്ലാവരുടെയും കടവല്ലൂക്കാരുടെ മാത്രമല്ല അദ്ദേഹത്തെ അറിയുന്നവർ മുഴുവൻ ഗോപിയേട്ടൻ എന്നായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് വിളിക്കുന്നത്. അദ്ദേഹമായിരുന്നു ഇവിടെ. അത് ശരിക്കും അന്നത്തെ ദേവസ്വം അധികാരികളോട് അദ്ദേഹം ഒരു ചെറിയ വിപ്രതിപത്തി ഉള്ളത് കൊണ്ട് ഒരു പനിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആയിട്ടാണ് അദ്ദേഹം കടവല്ലൂരിലേക്ക് വന്നത്. കടവല്ലൂരിലേക്ക് വന്നിട്ട് വളരെ വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് ഇവിടെ വന്നപ്പോൾ ജോലിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെയുള്ള ആളുകളെ മുഴുവൻ സംഘടിപ്പിക്കുകയും വൈകുന്നേരം നാമജപോ അല്ലെങ്കിൽ കഥ പറയലോ അങ്ങനെയുള്ള രസങ്ങളൊക്കെ ആയിട്ടിരുന്നു. അദ്ദേഹത്തിനോട് എല്ലാവരും പെട്ടെന്ന് അടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ദിവസം അച്യുതത്വം എന്ന് പറയുന്ന ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് തെക്കേ ഭാഗത്ത് ഒരു മൂസതുമാരുടെ ഇല്ലുണ്ട്. അവിടേക്ക് ഊണ് കഴിക്കാൻ വിളിച്ചു. അദ്ദേഹം വന്ന് ഉച്ചയ്ക്ക് അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോൾ അദ്ദേഹം ഊണ് കഴിച്ചുകൊണ്ടിരിക്കെ ഭീമാകാരമായിട്ടുള്ളൊരു ഭരണി അദ്ദേഹം കണ്ടു. അപ്പോൾ അതെന്താ അത്ര വലിയ ഒരു ഭരണി എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അത് അന്യോന്യക്കാലത്ത് ഉപ്പിലിട്ടതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിരുന്ന സാധനമാണ്. അതായത് ഉപ്പിലിട്ടത് വിളമ്പാൻ ഇത്രയും വലിയൊരു ഭരണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സദ്യയുടെ എന്താ പറയേണ്ടത് ഗാംഭീര്യം അതെല്ലാവർക്കും മനസ്സിലാവാവുന്നതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഒന്ന് ഞെട്ടി. ഉപ്പിലിട്ടതാക്കാൻ ഇത്രയും വലുതോ? എന്താണ് ഈ അന്യോന്യം എന്ന് അദ്ദേഹം ചോദിച്ചു. അന്യോന്യം എന്ന ആ കാലഘട്ടത്തേക്ക് ഒരു പക്ഷേ ഈ മറ്റേ വസന്തമാഷയുടെ ചരിത്ര നിഘണ്ടുവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയകാല കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം പറയുന്ന ഗോപാലകൃഷ്ണ മാഷ മാതിരിയുള്ള ആൾക്കാരുടെ പുസ്തകത്തിലോ ഒക്കെ മാത്രമേ കേരളീയർ വായിച്ചു പോന്നിട്ടുള്ളൂ. അപ്പോൾ അവിടുത്തെ മൂസ് രാമൻ മൂസത് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു, ഇതാണ് അന്യോന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1947 നിലച്ചുപോയി. അപ്പം ഇനി എന്താ അതിനെ പുനരാരംഭിക്കണ്ടേ? ഇനി എന്താ അതിന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആ ഒരു എന്താ പറയേണ്ടത് ഊണിൻ്റെ മുമ്പിലിരുന്ന് ഉണ്ടായൊരു ചിന്തയാണ് അന്യോന്യം ആരംഭിക്കാനെന്ന് പറഞ്ഞാൽ ആരംഭിച്ച് ഇതുവരെ നിലനിർത്താനും ശരിക്കും പ്രേരക ശക്തിയായിട്ടുള്ളത് ഗോപിയേട്ടൻ തന്നെയാണ്. അല്ലെങ്കിൽ കോരമ്പത്ത് ഗോപിനാഥൻ എന്ന് പറയുന്ന ആ വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തെ മറന്നുകൊണ്ട് അന്യോന്യത്തെ സംബന്ധിക്കുന്ന ഒന്നും ഓർക്കാനാവില്ല. ഈ ക്ഷേത്രത്തിന് മറ്റ് വിശേഷ ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറഞ്ഞാൽ പണ്ട് കേൾവി കേട്ടിരുന്നത് ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരുന്ന പഞ്ചവാദ്യം കൊണ്ടാണ് ഇതിന് ഒരു പ്രസിദ്ധി ഉണ്ടായിരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ അതായത് നമ്മളുടെ മകരമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി അതാണ് കടവല്ലൂർ ഏകാദശി. മകരമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി എന്ന് പറഞ്ഞാൽ കടവല്ലൂർ ഏകാദശിക്ക് മറ്റൊരു പേരുമുണ്ട്, ഭീമ ഏകാദശി എന്ന് പറയും. ആ ഏകാദശിക്ക് നിരവധി വർഷങ്ങളായിട്ട് ഇപ്പോൾ അദ്ദേഹം 91 മരിച്ചുപോയി. കടവല്ലൂർ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന ഒരു മദ്ദള മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു.
അതുപോലെ അദ്ദേഹത്തിൻ്റെ ചെറിയച്ഛൻ ഉണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ കടവല്ലൂർ തന്നെയായിരുന്നു. ശങ്കുണ്ണി നായർ, ഗോവിന്ദൻ നായർ, ഇതായിരുന്നു അവരുടെ പേരുകൾ. ഇവർ വഴി ഏൽപ്പിക്കുന്ന പഞ്ചവാദ്യങ്ങൾ പ്രായണ അക്കാലത്ത് എന്ന് പറഞ്ഞാൽ 1950 മുതൽ ഒരു 80 വരെ നമ്മളുടെ കേരളത്തിൽ വിശേഷപ്പെട്ട പഞ്ചവാദ്യങ്ങൾ അങ്ങനെ കേൾക്കാൻ സാധാരണക്കാരന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് ഇവിടെ പഞ്ചവാദ്യം കൊട്ടുന്ന സമയത്ത് ക്ഷേത്രത്തിനകത്ത് വരാൻ പറ്റാത്ത വ്യക്തികളൊക്കെ സമീപത്തെ മരങ്ങളിലും കവുങ്ങുകളിലുമൊക്കെ കയറിയിരുന്ന് ഈ പഞ്ചവാദ്യം കണ്ടിരുന്നു എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. നമ്മളുടെ വളരെ പ്രായമായവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രമാത്രം പ്രസിദ്ധമായിരുന്നു കടവല്ലൂരെ പഞ്ചവാദ്യം എന്നാണ് പറയുന്നത്. പ്രായേണ ഈ പ്രദേശത്തേക്ക് മേളം അത്ര പ്രസിദ്ധമായിരുന്നില്ല അന്ന്. അതുകൊണ്ട് തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ പഞ്ചവാദ്യമാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അതാണ് മകരമാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് ഈ കടവല്ലൂരിലെ ഏകാദശിയായിട്ട് കൊണ്ടു നടക്കുന്നത്. അതുമാത്രമല്ല മേടമാസത്തിൽ വിഷുവിൻ്റെ അന്ന് കണി കണ്ട് കൊടി കയറുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഇവിടുത്തെ വേറൊരു വിശേഷപ്പെട്ടതാണ്. അതായത് അങ്കുരാതി എന്ന് പറയുന്ന മുളയിട്ടിട്ടുള്ള ഉത്സവം, അതും 10 ദിവസങ്ങളിലായിട്ട് ഇവിടെ കൊണ്ടു നടക്കുന്ന ഒരു വിശേഷമാണ്. അതുപോലെ തന്നെ ആ ഉത്സവം കഴിഞ്ഞാൽ, ഉത്സവം ഏതാണ്ട് ഏപ്രിൽ മാസത്തിലാണ് വരണത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് കർക്കിടക മാസം സാധാരണഗതിയിൽ ഇപ്പോൾ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുന്ന മാതിരി തന്നെ ഇവിടെയും കർക്കിടക മാസാചാരണം നടക്കുന്നുണ്ട്. ഇവിടെ രാമായണ സെമിനാറുകളും പ്രഭാഷണങ്ങളുമായിട്ട് അങ്ങനെ നടക്കുന്ന രീതിയാണ്. ഒരു 2 ദിവസങ്ങളിലായിട്ട് രാമായണ സെമിനാർ നടക്കും. വിശേഷപ്പെട്ട വ്യക്തികൾ രാമായണത്തിലെ ചിന്തകൾ നമ്മളുമായിട്ട് സംവദിക്കുന്ന ഈ രാമായണ സെമിനാർ. അതുപോലെ അത് ജൂലൈ ഓഗസ്റ്റ് സമയത്ത്. പിന്നെ നവംബർ മാസത്തിലാണ് അന്യോന്യം എന്ന് പറയുന്നത്. വീണ്ടും ജനുവരി ഫെബ്രുവരിയിൽ വീണ്ടും ഇത് വരും, എന്താ പറയുക, ഏകാദശി വരും. അതിനിടയ്ക്ക് ഈ ചിങ്ങമാസത്തിൽ നമ്മളുടെ ഇവിടെ കൂത്ത് നടക്കാറുണ്ട്. കൂത്ത് അങ്ങനെ എന്താ പറയേണ്ടത്, ഓരോ മാസത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാ മാസങ്ങളിലും ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിശേഷ ദിവസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസങ്ങളിലും മാതിരി എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഏതെങ്കിലും ഒരു വിശേഷം സംഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞ മാതിരി വർഷം തോറും വർഷത്തിലെ എല്ലാ മാസങ്ങളിലും ഇവിടെ വിശേഷ ദിവസങ്ങളുണ്ട്. ഇനി ഇവിടെ ശ്രീരാമനാണ് പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞു. അത് കൂടാതെ തന്നെ ശ്രീരാമനെ വീരാസനത്തിലിരുന്ന് ഭജിക്കുന്ന ഹനുമാൻ, അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഇരിപ്പിൻ്റെ പൊസിഷനാണ് പറയുന്നത് ഹനുമാൻ. ആ ഹനുമാൻ്റെ സാന്നിധ്യം ഇവിടെ നിത്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ശിവൻ്റെ സാന്നിധ്യമുണ്ട്. ഉപദേവതയായിട്ട് ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ പ്രസിദ്ധമായ രീതിയിൽ ശിവൻ്റെ ഒരു കഥ വരണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് വന്ന ഈ വിഗ്രഹം സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമങ്ങൾ നടന്നു എന്നും 2-3 പേര് വന്ന് ഇവിടെ ചില അസുരന്മാർ വന്നിട്ട് ഇതിനെ കൊണ്ടുപോകണം എന്നുള്ള വിചാരത്തിൽ ഈ വിഗ്രഹം തട്ടിക്കൊണ്ടുപോകാൻ വന്നു എന്നും ശിവൻ പ്രത്യക്ഷനായിട്ട് അവരെ വധിച്ചു എന്നുള്ള കഥകളുണ്ട്. അങ്ങനെ ശിവൻ അവരെ വധിച്ച് മറഞ്ഞ ഒരു ആലായിരുന്നു, മറഞ്ഞാല് എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധമായിരുന്നു. ഇവിടെ പക്ഷേ അത് ഇപ്പല്ല, ആ ആല് നശിച്ചുപോയി. അങ്ങനെ ശിവനുണ്ട്. പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഗണപതി ഉണ്ട്. പുറത്ത് ഉപദേവതകളായിട്ട് ഒരു ഭഗവതി, അയ്യപ്പൻ, ശാസ്താവ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ഉപദേവതാ സങ്കല്പങ്ങൾ. അതാണ് ഈ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഏകദേശ
ചിത്രം വിശേഷങ്ങളുടെയും അതുപോലെ തന്നെ ഈ അതിൻ്റെ കഥകളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട കഥകളുടെയും ഏകദേശ ചിത്രം അതാണ്.